കമ്പനി കൂടുന്നതും ഫ്രണ്ട്സ് കൂടും അങ്ങനെയാണല്ലോ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് കൂടുതൽ. അത് മ്യൂസിക് പഠിപ്പിച്ചത് നമ്മളെയൊക്കെ വെള്ളമടിക്കാനാണ് പഠിപ്പിച്ചത് കൂട്ടുകാർ. ഈ മലയാളികൾ മാത്രം നമ്മളാണെന്ന് തിരിച്ചറിയും, അല്ലാത്ത പക്ഷം ആൾക്കാരുടെ വിചാരം ദൂരത്ത് നോക്കുമ്പോൾ നമ്മൾ ധോണിയെന്നാണ്. അങ്ങനെയൊക്കെ അടുത്ത് വന്നിട്ട് കീബോർഡിന്റെയും കൂടെ കയ്യിലുള്ളത് കൊണ്ടൊക്കെ ബാറ്റ് ആണെന്നൊക്കെ കരുതി ആൾക്കാർ വന്നിട്ടുണ്ട്. അറിയില്ല. അന്ന് കല്യാണ കാസറ്റുകളാണ് എനിക്ക് തോന്നുന്നത്. പാട്ടുകളങ്ങ് എഴുതി കൊടുത്താൽ ഈ പാട്ടുകൾ അവർ ഓരോ പാട്ടുകളായിട്ട് ഇടും. വിയറ്റ്നാം കോളനി എന്നുള്ള പാട്ടിൽ ലല്ലലം ചൊല്ലുന്ന ആ പാട്ട് ഇട്ട് കൊടുത്തു. പയ്യൻ വരുമ്പോൾ വരികൾ മാടം വരുന്നേ കാടം വരുന്നേ കാടെന്ന് സ്റ്റീഫനാണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു ഇത്. നാട്ടുകാരെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ എന്നും പറയണത്, ഇപ്പോഴും എന്റെ പ്രോഗ്രാമുകൾക്ക് ഞാൻ എന്റെ പാട്ട് ഞാൻ വായിക്കാറില്ല. എനിക്ക് മറ്റുള്ളവരുടെ പാട്ട് പാടാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പൊ സ്റ്റീഫൻ ചേട്ടൻ അങ്ങനെ പ്ലസ് ടു പൊട്ടി സ്റ്റീഫൻ ചേട്ടൻ പൊട്ടിയതിന്റെ അതാണ് കേൾക്കാൻ ഇഷ്ടല്ലേ? ഒരു സക്സസ്. പ്രസവിച്ച കമിഴ്ന്ന് വീണത് കീബോർഡിലേക്ക്, അതായത് ഇങ്ങനെ തിരിയില്ലേ. പിന്നെ പുതിയ കാലഘട്ടത്തിലത്തെ കുറേ പാട്ടുകൾ ഇഷ്ടം. പഴയ പാട്ടുകളാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോലും പുതിയ പാട്ടിന് അതിൻ്റെതായ ഭംഗികളുണ്ട്. സ്റ്റീഫൻ മൈക്കെടുത്തിട്ട് സംസാരിച്ചപ്പോൾ ഒരു ദിവസം സംസാരം കുറച്ച് നീണ്ടുപോയി. അപ്പൊ ചേറാനായിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്കതിൽ വായിച്ചാൽ മതി, നീ മൈക്കെടുത്ത് പറയാം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഗുമസ്തൻ മൂവിയുടെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ഉള്ളത് മ്യൂസീഷ്യൻ സ്റ്റീഫൻ ദേവസിയും അതോടൊപ്പം തന്നെ ആക്ടർ ഷാജു ചേട്ടനുമാണ്. നമസ്കാരം സ്റ്റീഫൻ ചേട്ടാ, ഷാജു ചേട്ടാ. ആൻഡ് ഗുമസ്തൻ സിനിമ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ്. അവിടെ ഒരു എക്സൈറ്റ്മെന്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം സ്റ്റീഫൻ ചേട്ടൻ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് സോങ് ചെയ്തിട്ടുണ്ട്, അത് ഗുമസ്തന് വേണ്ടിയിട്ട്. അപ്പം സോങ് നമ്മൾ യൂട്യൂബിലൂടെ കണ്ടു. നൈസ് ആയിരുന്നു, ഫണ്ടാസ്റ്റിക് ആയിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ സ്റ്റീഫൻ ചേട്ടൻ്റെ പെർഫോമൻസസ് ഒക്കെ ഇങ്ങനെ സ്റ്റേജിലും അതിലൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഓസം ആയിട്ട് ചേട്ടൻ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പം ആ ഒരു സോങ് കൂടി നമുക്ക് തരികയാണ്. അപ്പം എങ്ങനെയാണ് ഗുമസ്തൻ സിനിമയിലേക്ക് ഈ ഒരു പാട്ടുമായിട്ട് ചേട്ടൻ എത്തിയത്? ആദ്യമായിട്ട് സന്തോഷം, ഷാജുവേട്ടൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് കേട്ടോ. അപ്പോൾ ഗുമസ്തൻ എന്നെ വിളിക്കുന്നത് ജെയ്സാണ്, ആദ്യത്തെ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ജെയ്സും ഞങ്ങൾ തമ്മിലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പോൾ ജെയ്സിൻ്റെ ഒരു സുഹൃത്ത് വലയമാണ് ഈ സിനിമ, ഇൻക്ലൂഡിങ് ഷാജുവേട്ടൻ, ബിബിൻ, എല്ലാവരും. അങ്ങനെ ഒരു പാട്ടുണ്ട്, ഒറ്റ പാട്ടേ ഉള്ളൂ, ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ചെയ്യാലോ, ഒറ്റ പാട്ടിൽ പെട്ടെന്ന് തീരുമെന്നുള്ള ഇതിൽ തന്നെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. പിന്നെ പടം ഡയറക്ടർ അമലിനെ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഇഷ്ടമായി, കാരണം ഒരു കലാകാരൻ്റെ കഥയാണ് അതിൽ. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി കണക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെ സിനിമ സംസാരിച്ചു, പാട്ട് തുടങ്ങി. എനിക്ക് ആ പറഞ്ഞ സ്ക്രിപ്റ്റിൻ്റെ അനുസരിച്ചിട്ട് എനിക്ക് ട്യൂൺ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പടം ഇറങ്ങി. പാട്ടിറങ്ങിയപ്പോൾ എല്ലാവരും നന്നായി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അതിന് മുന്നേ ചെയ്ത പടം എന്ന് പറഞ്ഞാൽ നീരാളിയായിരുന്നു, ലാലേട്ടൻ. അത് കഴിഞ്ഞിട്ട് വന്ന സിനിമ എനിക്കൊന്ന് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമാ രംഗത്തേക്ക് മ്യൂസിക്കുമായിട്ട് സ്റ്റീഫൻ ചേട്ടൻ എത്തുന്നത്. എനിക്കൊന്ന് അന്നിറങ്ങിയ തിങ്കൾ നിലാവേ ആ ഒരു പാട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിലൊക്കെ പാട്ട് ട്രെൻഡ് ആവുന്ന പോലെ അന്നത്തെ കാലത്ത് ആ പാട്ട് ഇറങ്ങിയതിന് ശേഷം കല്യാണ കാസറ്റുകളിലൊക്കെ മിക്ക കല്യാണ കാസറ്റുകളും കീഴടക്കിയ ഒരു സോങ് കൂടെ ആയിരുന്നു തിങ്കൾ നിലാവേ മഞ്ഞൾ നിലാവിൽ എന്ന് പറഞ്ഞിട്ട്. അന്ന് കല്യാണ കാസറ്റുകളാണ് എനിക്ക് തോന്നുന്നത്. പാട്ടുകളങ്ങ് എഴുതി കൊടുത്താൽ ഈ പാട്ടുകൾ അവർ ഓരോ പാട്ടുകളായിട്ട് ഇടും. അങ്ങനെ ഒരു അബദ്ധം പറ്റിയ കേസുണ്ട്. അതായത് ഒരു പാട്ടുകളുടെ ലിസ്റ്റ് കൊടുത്തു, ഇഷ്ടപ്പെട്ട പാട്ട്. അപ്പോൾ വിയറ്റ്നാം കോളനി എന്നുള്ള പാട്ടിൽ ലല്ലലം ചൊല്ലുന്ന ആ പാട്ട് ഇട്ട് കൊടുത്തു. പക്ഷെ ഇട്ട് കൊടുത്തപ്പോൾ വിഷ്വൽ ഇതുമായിട്ട് മാച്ചിങ് കറക്റ്റായില്ല. പയ്യൻ വരുമ്പോൾ വരികൾ മാടം വരുന്നേ കാടം വരുന്നേ കാടെന്ന് പറഞ്ഞിട്ടേ ബന്ധുക്കൾ വരുമ്പോൾ കൂട്ടുകാരും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് താലി കെട്ടുമ്പോൾ വന്ന പാട്ട് മാറിപ്പോയത് കടുവായ കിടുവ പിടിക്കുന്നേ. അത് യോജിക്കില്ല. തിങ്കൾ നിലാവേ എനിക്ക് ആക്ച്വലി സ്റ്റീഫനാണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു. ഇത് നാട്ടുകാരെന്നൊക്കെ പറഞ്ഞിരുന്നു. തിങ്കൾ നിലാവിലേക്ക് ഞാൻ പോയില്ല, കാരണം വെച്ചാൽ സ്റ്റീഫന്റെ ഒരു വൈബ്. അതിനുശേഷമാണ് സ്റ്റീഫന്റെ ഒരു സ്റ്റേജുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ USA പോയതിനു ശേഷമാണ് അതെ. പക്ഷെ എനിക്ക് ആ പാട്ടുമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് നോക്കുന്നു, നീയായിരുന്നോ ഇത്? ആക്ച്വലി ഏത് ഒരു ഷോ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും സക്സസിൽ കുറഞ്ഞൊരു വാക്കില്ല. സ്റ്റീഫനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പ്രോഗ്രാമിന് അങ്ങനെയാണ്. സ്റ്റീഫനെ മതിയൊന്ന് ആദ്യം ചോദിക്കും. നമ്മൾ നാട്ടുകാരായതുകൊണ്ടല്ല, പ്രോഗ്രാം അങ്ങനെയാണ് പുള്ളി കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ
ഇതിനകത്ത് സ്റ്റീഫൻ ആയിരുന്നു ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള ഞങ്ങളുടെ അട്രാക്ഷൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യത്തിനകത്ത്. കാരണം മ്യൂസിക് സ്റ്റീഫൻ ചെയ്യുന്നു. അപ്പോൾ ഈ പാട്ട് നമുക്കറിയാം മെലഡിയാണ്, അതെങ്ങനെ വരും എന്നുള്ളൊരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാട്ട് വന്നു. ഇപ്പോൾ പാട്ട് നന്നായിട്ട് പോകുന്നു, നല്ല ട്രെൻഡിങ് ആണ്. എനിക്ക് തോന്നുന്നു വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഇനി ഇത് കഴിഞ്ഞാൽ അത് മുകളിൽ നടക്കാനുള്ള ഇപ്പോഴത്തെ ന്യൂജൻ എല്ലാവർക്കും ഒരുപോലെ കണക്ട് ആവുന്നൊരു പാട്ട്. എനിക്കൊന്നും സ്റ്റീഫൻ ചേട്ടനെ മലയാള സിനിമകൾക്ക് അങ്ങനെ കിട്ടാറില്ല. കാരണം എന്തുകൊണ്ടാണ് മലയാള സിനിമകളിൽ അങ്ങനെ സ്റ്റീഫൻ ചേട്ടൻ ഇപ്പൊ നീരാളി കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഗുമസ്തനിലേക്ക് ഇത് കമ്പോസ് ചെയ്യാൻ ഒരു സമയം വേണ്ടേ? അതാണ് ഞാൻ ചോദിച്ചത്. അതല്ല, എനിക്ക് തോന്നുന്നു നല്ല ഗംഭീരമായ മ്യൂസിക് ഡയറക്ടർമാർ ഓൾറെഡി മലയാളത്തിലുണ്ട്. അവർ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന അവസരം ഞാൻ പാഴാക്കില്ല. ഞാൻ നോ പറയാറില്ല ഇങ്ങനെയുള്ള വർക്കുകൾ വരും. കാരണം ഞാൻ പ്രോഗ്രാമിംഗ് ഇപ്പം ഈ ഹരിഹരൻ പിള്ള ഞാൻ ചെയ്യുന്നത് 21ാമത്തെ വയസ്സിലാണ്. ഞാൻ ആദ്യം ചെയ്തത് ബേണി ഇഗ്നേഷ്യസ് ചേട്ടനായിരുന്നു, 2 പേർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രായത്തിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സിനിമയുടെ പവർ എന്താ നമ്മൾ അറിയുന്നത്, സിനിമയിലുള്ള കണക്ടിവിറ്റി, ആൾക്കാരായിട്ടുള്ള കണക്റ്റ്. അപ്പോൾ എനിക്ക് അന്ന് ഇഷ്ടം. പിന്നെയാണ് ഞാൻ ഈ ട്രെൻഡ് ഏത് വർഷമാണ് ഫസ്റ്റ് ചെയ്യുന്നത്? സിനിമ ചെയ്തത് എൻ്റെ 21ാമത്തെ വയസ്സാണ്. വർഷം ഏതാന്ന് തോന്നിയില്ല. 2003 ആ സമയത്തായിരിക്കും. അപ്പോൾ അവസരം കിട്ടിയപ്പോൾ ഞാൻ ഇതുള്ളൂ. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ പിയാനോ പഠിച്ചിരിക്കുന്നത്, ക്ലാസിക്കൽ പിയാനോ പഠിച്ചപ്പോൾ ഒരു പെർഫോമർ ആവണം. പിന്നെ അന്ന് തിരക്ക് ഉള്ളത് ഞാൻ എ ആർ റഹ്മാൻ്റെയും പിന്നെ ഹരിഹരൻ്റെ കൂടെയൊക്കെ കീബോർഡ് വായിക്കും. കാരണം അത് വേറൊരു മേഖലയാണ് ആക്ച്വലി. അവരുടെ കൂടെ പെർഫോം ചെയ്യാൻ അത് ലെജൻസ് ആണ്. അവരുടെ എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് ഇവിടെ അവസരം വരുമ്പോൾ ഞാൻ കളയാറില്ല. പിന്നെ ഒബ്വിയസ്ലി ഞാൻ എന്നും പറയണത്, ഇപ്പോഴും എൻ്റെ പ്രോഗ്രാമുകൾക്ക് ഞാൻ എൻ്റെ പാട്ട് ഞാൻ വായിക്കാറില്ല. ഈ പറഞ്ഞ തിങ്കൾ നിലാവിൽ ഞാൻ ഒറ്റ സ്റ്റേജിലും വായിക്കാറില്ല. ആരെങ്കിലും പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് ഇത്തിരി വായിക്കാന്നല്ല, എനിക്ക് മറ്റുള്ളവരുടെ പാട്ട് പാടാനാണ് എപ്പോഴും ഇഷ്ടം. അത് ഈ കാലഘട്ടത്തിലത്തെ മുന്നത്തെ കാലഘട്ടത്തിലത്തെ ആൾക്കാരെ എന്നിട്ട് ഞാൻ അവരുടെ പേരും പറയും, അവർ കമ്പോസ് ചെയ്ത പാട്ടാണ്, നിങ്ങളിത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ മനസ്സങ്ങനെയാണ്. എങ്ങനെയായിരുന്നു സ്റ്റീഫൻ ചേട്ടാ, ഈ മ്യൂസിക് ആണ് എൻ്റെ ഒരു ഫീൽഡ്, എൻ്റെ ഒരു പാഷൻ, ഇതാണ് എൻ്റെ ഫീൽഡ് എന്നൊക്കെ ഉള്ളൊരു തോട്ട് ഉണ്ടായത് എങ്ങനെയായിരുന്നു ആക്ച്വലി? അത് തമാശ രൂപത്തിൽ പറയണോ സീരിയസ് രൂപത്തിൽ പറയണോ? തമാശ രൂപത്തിൽ പറഞ്ഞാൽ പ്രീ ഡിഗ്രി പൊട്ടി. അപ്പൊ പിന്നെ മനസ്സിലായി ഞാൻ അത് പഠിച്ചിട്ട് കാര്യമില്ല, ഇത് തന്നെ ആണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. പിന്നെ സീരിയസ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീനേജ് എത്തിയപ്പോ മനസ്സിലായി സംഗീതം. ഡിഗ്രി പൊട്ടിയവരൊക്കെ കലയെ കുറിച്ച് ചേട്ടൻ പൊട്ടിയോ? അല്ല, എനിക്ക് പൊട്ടിയെന്ന് വെച്ചാൽ ഒരു സീരിയസ് മതിയായിരുന്നു. ഓരോ സബ്ജക്റ്റിന് മാർക്കൊക്കെ ഞങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കളിയാക്കൽ വിദഗ്ധന്മാരാണ്. ഞാൻ അങ്ങോട്ട് കളിയാക്കും, അവർ ഇങ്ങോട്ട് കളിക്കും. ഇപ്പോഴും എന്നെ ഒരുത്തം വിളിക്കും, നിനക്ക് അക്കൗണ്ടൻസിക്ക് 4 മാർക്കല്ലേ കിട്ടിയത്. അപ്പോഴും അങ്ങനെ കളിയാക്കലില്ല. എന്നും ബാക്ക് ബെഞ്ചേഴ്സ് ആണ് എന്നും ലീഡ് ചെയ്തിട്ടുള്ളത്. 2 ലീഡർമാരൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ, ആരോഗ്യ ചുറ്റുഭാഗത്തൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ മറ്റേ പ്രിന്റിംഗ് പ്രസ്സിൽ അവരാണ് ലൈസൻസ് ഒക്കെ അല്ല, പ്രിന്റിംഗ് പ്രസ്സിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അവരവരുടെ ജോലി ചെയ്യുന്നു. അവർ പഠിച്ച് അവർ ഇതാണെന്നും ഇതിന് അളവ് ഇത് അത്രയാണെന്നും എൻ്റെ ജോലി ഇതാണെന്നും എനിക്ക് അടുത്ത പ്രൊമോഷൻ ആണെന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ബാക്ക് ബെഞ്ചേഴ്സിന് എന്ത് കണക്ക് കൂട്ടാണ്? അപ്പോ അതിനു മുമ്പ് തന്നെ ഉഴപ്പ് ഞാൻ തുടങ്ങി. കാരണം സ്റ്റീഫൻ ചേട്ടൻ പൊട്ടിയതിന്റെ അതാണ് കേൾക്കാൻ ഇഷ്ടല്ലേ? സക്സസ്, നമ്മള് സക്സസിന്റെ കഥയെ പറയുന്നത്. ഈ ഗുമസ്തം ഒരിക്കലും ഇത് വിജയിക്കാനുള്ള പാടാണ്. അത് നീ പൊട്ടിന്ന് പറയരുത്, അങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. അപ്പോ ഈ മ്യൂസിക്കിനൊരു പവർ എന്താന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം, അത് എന്ത് മേഖലയാണെങ്കിലും, ഇപ്പോൾ ഏത് നമ്മൾ ജോലിയിലിരിക്കുന്ന മേഖല നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് അട്രാക്റ്റഡ് ആയിരിക്കും. സംഗീതത്തിന് എനിക്ക് ഈ പറഞ്ഞ മാതിരി കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചു. പിന്നെ എൻ്റെ സുഹൃത്ത് വലയം മുഴുവൻ കലാകാരന്മാരായിരുന്നു. അന്ന് അൽഫോൺസ് ചേട്ടനാണെങ്കിൽ ഫ്രാങ്കോ സൈമൺ, പിന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുറേ കലാകാരന്മാർ. അപ്പം എല്ലാം ആ മ്യൂസിക് ഓറിയൻറ്റഡ് ആയപ്പം മനസ്സിലായി ഇതാണ് നമ്മുടെ ജീവിതം. കാരണം അവരോടുകൂടെ നമ്മൾ കമ്പനി കൂടുന്നതും ഫ്രണ്ട്സ് കൂടും, അങ്ങനെയാണല്ലോ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് കൂടുതൽ. അതൊക്കെയാണ് എന്നെ ശരിക്കും മ്യൂസിക് പഠിപ്പിച്ചത്. പിന്നെ നമ്മളെയൊക്കെ വെള്ളമടിക്കാനാ പഠിപ്പിച്ചത് കൂട്ടുകാർ. നല്ല ഫ്രണ്ട്സാണ്, മ്യൂസിക് ഒക്കെ പഠിപ്പിച്ച് എന്ന് വെച്ചാൽ കുറച്ച് അങ്ങനെ ചന്ദനം ചാരിയാലും ചന്ദനം മണക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന നല്ല സുഹൃത്തുക്കളുടെ മേലെ 2 പേര് മതി നമ്മൾ നന്നാവാൻ. പിന്നെ ഇപ്പൊ ഷാജുട്ടൻ മിമിക്രി മേഖലയിൽ നിന്ന് വന്നതാണ്. അതെ. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ പറയുകയാണെങ്കിൽ, നമുക്കൊരു ഉപജീവനം കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിനോട്
കൂടുതൽ അടുക്കാൻ നോക്കും. അന്ന് ഒരു ഉപജീവനം എന്നൊക്കെ പറഞ്ഞു, നമ്മുടെ കാലത്തൊന്നും സോഷ്യൽ മീഡിയ അല്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പേയ്മെന്റ് വരുമ്പോൾ നമുക്ക് കിട്ടിയല്ലോ 50 രൂപ. എനിക്ക് ആദ്യം കിട്ടിയ പേയ്മെന്റ് 50 രൂപ. അപ്പോ ഞാനും 50 ഭയങ്കരം തന്നെ. 50 രൂപയിൽ 30 രൂപയ്ക്ക് പൊറോട്ടയും ബീഫും കഴിച്ചാൽ പിന്നെ ഒരു 20 രൂപയുണ്ട്. അതിലൊരു 10 രൂപയ്ക്ക് ഹോർലിക്സ് കുടിക്കും. പിന്നെ 10 രൂപ ബാക്കി 10 രൂപ എന്നാണ് വീട്ടിൽ പോകുന്നത്. അപ്പോ അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് കാരണം എൻ്റെ അച്ഛനും സാധാരണ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നത്. അപ്പോൾ എങ്ങനെയാ സ്വപ്നം കണ്ടാൽ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെയൊക്കെ പേടിച്ചിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, സംഗീതം ആണെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് പേടിപ്പിക്കും, ഡിഗ്രി പാസ്സായില്ലെങ്കിൽ പെണ്ണ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും പെണ്ണ് കിട്ടി. പക്ഷെ പാട്ട് പാടുന്നവർക്ക് ആ ഒരു കഴിവുണ്ട്. പെൺകുട്ടികളൊക്കെ ഭയങ്കര ഫാൻസ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോൾ സ്റ്റീഫൻ ചേട്ടനെ നോക്കിയാൽ അറിയാം പ്രായം എത്രയാണെങ്കിലും ഗ്ലാമർ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് സ്റ്റീഫൻ ചേട്ടൻ. അല്ല സീരിയസ്ലി നമ്മളിപ്പോൾ സ്റ്റേജ് ഷോ ഒക്കെ സ്റ്റീഫൻ ചേട്ടൻ്റെ കാണുവാണെങ്കിൽ നമ്മൾ ആ ലുക്ക് എന്ത് ലുക്കാണെന്നും കൂടി നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ അത്രയധികം ഇഷ്ടമുള്ളൊരു മാറ്റമില്ല. സ്റ്റീഫൻ എപ്പോഴും കുറേ കാലങ്ങളായിട്ട്, അതായത് അല്ല സ്റ്റേജ് ഷോ കണ്ട് ഇത്രയും നാൾ ഒരു മാറ്റവും ഇല്ലാതെ സ്റ്റിൽ ആ ഒരു എനർജി ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അല്ല ഷാജു ചേട്ടാ, ഇടയ്ക്ക് ഇപ്പം ഏതെങ്കിലുമൊക്കെ ഫോട്ടോസ് ഒക്കെ ക്യാപ്പ് ഒക്കെ വെച്ചിട്ട് ഇടുവാണെങ്കിൽ കമന്റ് ബോക്സിൽ വരുന്നത് MS ധോണിയുടെ കട്ടുണ്ട്, ധോണിയുടെ ഷേപ്പ് ഉണ്ടെന്ന് ഒരുപാട് കമന്റ്സ് ഒക്കെ വരാറുണ്ടല്ലേ സ്റ്റീഫൻ ചേട്ടാ? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എവിടെയെങ്കിലും ചെന്നപ്പോൾ അങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോ മലയാളികൾ മാത്രം നമ്മളാണെന്ന് തിരിച്ചറിയും. അല്ലാത്ത പക്ഷം ആൾക്കാരുടെ വിചാരം ദൂരത്ത് നോക്കുമ്പോൾ നമ്മൾ ധോണിയാണ്. അങ്ങനെയൊക്കെ അടുത്ത് വന്നിട്ട് കീബോർഡിന്റെയും കൂടെ കയ്യിലുള്ളത് കൊണ്ടൊക്കെ ബാറ്റ് ആണെന്നൊക്കെ കരുതി ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റീഫൻ ചേട്ടൻ ബാഗ് ഒരു എയർപോർട്ടിൽ ഇറങ്ങുമ്പോ ഈ ബാഗേജസ് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് അവര് വിചാരിച്ചു ക്രിക്കറ്ററാന്ന് വിചാരിച്ചു. ബാഗ് തൂക്കിയാലോ ഓക്കെ, കീബോർഡ് പിടിക്കുമ്പോ എന്തായാലും ബാറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ ആലോചിക്കണത് എങ്ങനെ വന്നത്. പിന്നെ ഒരു ബാഗ് ഞാൻ ട്രോളിയിൽ ഇരുന്നപ്പോ അങ്ങനെ തോന്നിയതായിരിക്കും. ക്യാപ്പ് വെച്ച കറക്റ്റ് ശരിയാ. ശരി, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റീസെന്റ് ക്യാപ്പ് വെച്ച്. അപ്പം കറക്റ്റ് ധോണിനെ പോലെ ഉണ്ടായിരുന്നു. എനിവേ സ്റ്റീഫൻ ചേട്ടാ, ഇപ്പം മ്യൂസിക്കിലേക്ക് എത്തി. ഇപ്പം സ്റ്റേജ് ഷോസ് നോക്കുവാണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആൻഡ് വൈബ്രന്റ് ആയിട്ടാണ് സ്റ്റീഫൻ ചേട്ടൻ്റെ ഷോസ്. അപ്പോൾ എങ്ങനെയാണ് ഹൗ യു മെയിൻറ്റെയിൻ ആ ഒരു എനർജി എങ്ങനെയാണ് ത്രൂ ഔട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ഓഡിയൻസിനെ കാണുമ്പോൾ കിട്ടണ ആ ഒരു ഇതാണോ? ഒന്ന് ഇതിപ്പോ ഞാൻ എൻ്റെ മേഖല മാത്രം ഞാൻ ഇപ്പൊ പറയില്ല. ഇപ്പോൾ കലാരംഗം, ഇപ്പോൾ മിമിക്രി ആണെങ്കിലും നമുക്ക് തമാശ കേൾക്കാൻ ഇഷ്ടം. ഇപ്പോൾ ഒരു ആളിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ എന്തോരം പേര് സ്ട്രെസ്ഡ് ഔട്ടാണ് ലൈഫിൽ അല്ലേ. അല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ പേഴ്സണലാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും നമ്മളെ കാണാൻ വരുന്നവർ, പ്രോഗ്രാം കാണാൻ വരുന്നവർ, ഇവർക്കൊക്കെ അവരുടേതായ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ അവർക്കൊരു ബ്രേക്കാണ് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നത് ആസ് ആൻ എൻ്റർടൈനർ. ഇപ്പം ഷാജുവേട്ടൻ്റെ കൂടെ സ്റ്റേജിൽ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു യാത്ര പോയാൽ വെറുതെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കും. വെറുതെ പറയണത് മുഴുവൻ തഗ് മരത്താനുള്ള കുറേ സാധനങ്ങളാണ് പറയുക. അതുകൊണ്ട് അപ്പം എന്താ വെച്ചാൽ നമ്മൾ ചിരിക്കാൻ ഇഷ്ടമുള്ളവരാണ്, നമുക്ക് സന്തോഷിക്കാൻ ഇഷ്ടമുള്ളവരാണ്, നമുക്ക് പാടാൻ ഇഷ്ടം, നമുക്ക് എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഗുരുനാഥന്മാർ പറയും, അവർ ടെൻഷനിൽ വരിക, നമ്മൾ അവർക്കൊരു ബ്രേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് എനർജി കൊടുക്കുക. പിന്നെ എനിക്ക് അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മള് സ്റ്റേജിൽ കയറുമ്പോൾ കിട്ടുന്ന ഒരു അത് പ്രയറൊക്കെ ചെയ്ത് പിന്നെ ബാൻഡൊക്കെ ഇപ്പോൾ നമ്മൾ ബാൻഡൊക്കെ ഒരുമിച്ച് ഒരു പ്രയറൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോഴാണ് വരുന്നത്. പിന്നെ മ്യൂസിക് എൻ്റെ ഉള്ളിൽ കയറി വായിക്കാൻ തുടങ്ങുമ്പോൾ അത് വേറെ എനർജി ആയിട്ട് മാറും. അത് ഞാൻ പോലും ശ്രദ്ധിക്കാറില്ല, അങ്ങനെ വരണതാണ്. അതുപോലെ ഷാജു ചേട്ടനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഗുമസ്തൻ സിനിമയിൽ ഭയങ്കര ഒരു സീരിയസ് റോളാണ് ചേട്ടൻ ചെയ്യുന്നത്. ഇപ്പം സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഷാജു ചേട്ടൻ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും കഥകളും കൗണ്ടേഴ്സും ഒക്കെ ഉണ്ട്, മിമിക്രി ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു ഗുമസ്തൻ മൂവിക്കകത്ത് എങ്ങനെയാണ് ചേട്ടൻ്റെ റോള് പ്രേക്ഷകരിലേക്ക് വരുന്നത്? ഇത് ആക്ച്വലി ഞാൻ പോലീസ് ഓഫീസർ റോള് ചെയ്തിട്ടുണ്ട്. സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഈ ഒരു സമയത്ത് മാത്രം സീരിയസ് അല്ല, പഴയയിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ അയ്യപ്പനും കോശി, അഞ്ചാം പാതിര തുടങ്ങി കുറേ സിനിമകളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഇതുവരെ എനിക്ക് അതിന് സ്പേസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ജെയ്സാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം പറയുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ആർട്ടിസ്റ്റ് വേറെ ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ സ്പേസ് തരുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ റോൾ ചെയ്യുന്ന സിനിമയിൽ ഒരു കൂട്ടം ആളുകളെ, ഒരു കൂട്ടായ്മയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് വിങ്ങിലുള്ളവരെ മുഴുവൻ ചേർത്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വൈബ് ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമയ്ക്ക് എല്ലാം പോസിറ്റീവായിരുന്നു ചെയ്തതല്ല.
എല്ലാം ഭംഗിയായത് ഒരു പോസിറ്റീവ് ഇത് ഇതിനകത്ത് എവിടെയോ കിടപ്പുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ സിനിമയ്ക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നം ഒന്നും എവിടെയും പ്രോബ്ലംസ് ഇതുവരെ ഇല്ല. ഈ ഒരു നിമിഷം വരെ ഇപ്പോൾ ആൻഡ്രി ജോസഫ് കമ്പനിയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടം വരെ എത്തുമ്പോൾ ഈ സിനിമയുടെ ഹൈപ്പ് ഒന്നുകൂടെ മുകളിലേക്ക് വരികയും ഒരു കൊച്ചു സിനിമയായിട്ട് ജെയ്സ് ജോസിൻ്റെയും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുടെയും സിനിമ എന്നുള്ളതിൽ നിന്നും അത് ക്യാൻവാസ് അത് വലുതാവുകയും ഇപ്പോൾ വലിയൊരു സിനിമയായിട്ട് റിലീസാവാൻ പോവുകയും ചെയ്യും. ഇപ്പൊ ഒരു അതിശയം നടത്തുന്ന ആദ്യമായിട്ടാണ് ഷാജേട്ട് ഇത്ര നേരം സീരിയസ് ആയിട്ട് പറഞ്ഞത്. അത് ഞാൻ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും സാധനം തള്ളി ഇത് കഴിഞ്ഞിട്ട് അത് ഞാനൊക്കെ ആലോചിച്ചു ഭയങ്കര സീരിയസ് ആയപ്പോ അല്ല ഞാൻ നോക്കിയിട്ടേ സിനിമയിലെ ക്യാരക്ടർ ആയെന്ന് ഞാൻ ഒരു ഓർത്തു. 8-10 പ്രൊമോഷൻ ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പം നമുക്ക് ഒരു തരത്തിലും ഇവിടെ കിടന്ന് അങ്ങ് മെഴുകായിരുന്നു. കാരണം കൂടെ ആള് വന്നു കഴിഞ്ഞു. ഇവൻ വന്നപ്പോ ഒരു അവസരം കിട്ടിയതാണ്. അപ്പൊ എന്ന് വെച്ചാൽ അവൻ മിണ്ടായിരുന്നുള്ളു. സ്റ്റീഫനെ കൊണ്ട് വേറെ ശല്യമേ ഇല്ല. എന്ത് തമാശ, അവൻ നല്ല ലിസണറാണ്. അവൻ പൂർണ്ണമായിട്ട് കേൾക്കും, നമുക്കത് ചെയ്യും. അപ്പൊ അവിടെ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞാൻ എന്റെ കഥയും കാര്യങ്ങളും. സ്റ്റീഫൻ ചേട്ടാ ഇന്ന് തിരിച്ചും കൗണ്ടേഴ്സ് കൊടുക്കണം എന്താണ്? എനിക്ക് അതിപ്പോ നമ്മുടെ ചേട്ടനായി പോയല്ലേ, ഈ ഞങ്ങളൊരു US ടൂർ അടിച്ചിട്ടുണ്ട് 1 മാസം ഫുള്ള്. അപ്പോ ഷാജുവേട്ടൻ, കോട്ടയം നസീർ ഇവര് എപ്പോഴും ഒരുമിച്ച്. ജനമേട്ടന്റെ ഷോ ആണ്. അപ്പൊ ജനമേട്ടന്റെ ഇടയ്ക്ക് വന്ന് കമ്പനിയൊക്കെ കൂടും. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഷാജുവേട്ടന്റെ ഇവരുടെ കൂടെ എപ്പോഴും ഇരിക്കാം. ഇരിപ്പൊക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നല്ല 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 പേരെ എനിക്ക് ഇരിക്കുന്നുണ്ട് ഇവരുടെ. അത് ഇരിക്കണതിനറിയോ, ഇവര് ഡയലോഗ് മുഴുവൻ ഒന്നെങ്കിൽ ഡബിൾ മീനിങ് അല്ലെങ്കിൽ അതൊരു തമാശ. അത് നസീർക്ക് ഇതും കൂടെ ചേർന്ന ചിരിച്ച് മണ്ണ്. അപ്പം ഈ ചിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവർ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ പോയിരിക്കും. ഇവനൊരു അവസരം കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലായിരുന്നു. കോട്ടയം നസീർ ചിക്കൻ ബോക്സ് ആയിപ്പോയി അവിടെ. അങ്ങനെ ഞാൻ റൂമിൽ തെറിച്ച് ഇവന്റെ റൂമിലേക്ക് ഞങ്ങൾ പിന്നെ തോക്കണ്ട വീടേലും പറയണല്ലോ. ഒരു കഥ പറയാനാണെങ്കിൽ ഒരു കഥയായിട്ടൊന്നുമില്ല, അത് തന്നെ ഏറ്റവും വലിയ തമാശയായിരുന്നു ആ ചിക്കൻ ബോക്സ്. ഞങ്ങളുടെ ഇവിടുന്ന് കോട്ടയം നസീറിന്റെ ഫ്രണ്ട് ഒരുപാട് പൈസയുള്ള പാമ്പാടിയുള്ള സുഹൃത്തുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ, അദ്ദേഹത്തിന് വിസ ഉണ്ട് ഓൾറെഡി. അപ്പോൾ പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്ത് കയറി പോക്കറ്റ് നിറച്ച് ഡോളേഴ്സ് ഒക്കെ ആയിട്ട് ഒരാൾ കൂടെ ഞങ്ങളുടെ കൂടെ വരിക. ഒരു കുട്ടിക്കൂറ പൗഡർ ചെറുത്, ഒരു ചീപ്പും ഒരു അണ്ടർവെയറും മാത്രം ആ ബാഗിനകത്ത് ഞാൻ കണ്ട എൻ്റെ ഓർമ്മയുണ്ട്. ഷർട്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല. അതുമായിരുന്നു ഞങ്ങളുടെ കൂടെ അമേരിക്കയിലേക്ക്. എന്നിട്ട് ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുമല്ലോ. ഞാനും കോട്ടയം നസീറും റൂമിൽ US താമസം ഹോളിഡേയിലാണ്. ഞങ്ങൾക്ക് എല്ലാ ഹോട്ടൽസും അവിടെയാണ്. ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നതിനിടയിൽ പുള്ളിക്ക് വേറെ റൂം എടുക്കണം, ഞങ്ങളുടെ കൂടെ കൂടണം, അതേ ഉള്ളൂ. പൈസയുണ്ട്, വേറെ ഹോട്ടൽ എടുക്കാനൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ പുള്ളി കിടക്കുന്നത്. അതായത് സെൻട്രൽ, കട്ടിലിന്റെ സെൻട്രലല്ല, കട്ടിലിന്റെ ഇടയിൽ. അതായത് 2 കട്ടിലിൽ ഞങ്ങൾ കിടക്കുന്നു. അതിനിടയിൽ നസീറിന് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഈ അത്ര ഒരു 15 വർഷമായി ഇന്നുവരെയായിട്ട് ഞാൻ പിന്നെ പുള്ളി കണ്ടിട്ടില്ല. അന്ന് അവിടുന്ന് പോയതാ. ബന്ധുക്കളൊക്കെ അവിടെയാണ് പുള്ളിയുടെ. അങ്ങനെ പോയതാണ്. അപ്പൊ പിന്നെ അന്ന് ഷോ കഴിഞ്ഞ ശേഷം നമ്മള് അത് വെച്ചുകൊണ്ട് കോട്ടയം നസീർ അന്ന് ഷോ ചെയ്തു. ഷോ ചെയ്തിട്ട് നമ്മൾ ഒരു ഷോയിൽ AR റഹ്മാനൊക്കെ ഷോ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഷോ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു പുരാണ നാടകമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ട് ഒരാൾ തന്നെയാണ് മന്ത്രിയും അയാൾ തന്നെയാണ് മുനിയും. കോട്ടയം നസീർ 2 റോളാണ് ചെയ്യുന്നത്. പക്ഷെ ഇവന് വയ്യാത്തതുകൊണ്ട് ഒരുപാട് ദൂരം മേക്കപ്പ് ചെയ്ത് നടന്നു വരാനുള്ള സമയം ഇല്ല, ഓടി വരണം. അങ്ങനെ ആദ്യം മന്ത്രി അഭിനയിച്ചതിന് ശേഷം ഓടിപ്പോയി ഇത് മാറ്റി താടിയെല്ലാം ഒടിച്ച് മുനി വന്നപ്പോൾ മുനി ഇവിടെ എത്തിയപ്പോ പകുതി മന്ത്രിയും പകുതി മുനിയായിരുന്നു. അയ്യോ എന്തൊക്കെയല്ലേ ചെയ്തിട്ടുള്ള ഒരുപാടൊക്കെ. ഇപ്പം സ്റ്റീഫൻ ചേട്ടൻ നോക്കുവാണെങ്കിൽ സ്റ്റേജ് ഷോസ് ഇപ്പം വേറെ രാജ്യങ്ങളിൽ ഒരുപാട് ഷോസ് ചെയ്തു. ഏകദേശം എത്ര രാജ്യങ്ങളിൽ ഷോസ് ചെയ്തിട്ടുണ്ടാവും? അല്ല ഏകദേശം എത്ര? 10-60 രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇപ്പം വെളിയിൽ ഷോസ് ചെയ്യുമ്പോൾ ഇപ്പം മലയാളികൾക്കൊരു ഇതുണ്ട്. അപ്പോൾ വെളിയിൽ ഷോ ചെയ്യുമ്പം എങ്ങനെയാണ് ഓഡിയൻസിനെയൊക്കെ എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ? പുറത്ത് ഷോസ് പുറത്ത് അവർക്ക് അവർ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആവും. അത് മലയാളികൾ നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. അത് ഇപ്പോൾ ആര് പോവുകയാണെന്ന് സിനിമാ നടന്മാരൊക്കെ അമേരിക്കയിലോ യൂറോപ്പിലോ എല്ലാം പോകുമ്പോൾ അവര് ഇങ്ങനെ ടെലിവിഷനിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം. ഞാൻ കുറേ മലയാളികളല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ഷോ ചെയ്യാറുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് നമുക്ക് പരിചയമില്ലാത്തതും നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർക്കും അവർക്ക് ഒരു മ്യൂസിക്കിന് വേണ്ടി പോയിട്ടുണ്ട്. അതാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. എന്താ വെച്ചാൽ നമ്മൾ കോർപ്പറേറ്റ് ലീഗ് മ്യൂസീഷ്യൻസ് ആയാൽ പിന്നെ ഇതിനൊക്കെ നമ്മളെ വിളിക്കും. ഒന്നത് ഇൻസ്ട്രുമെൻ്റ് അല്ലേ, ലാംഗ്വേജ് അല്ലല്ലോ. അത് കൂടുതൽ സന്തോഷമാണ്. കാരണം പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി പെർഫോം ചെയ്തിട്ട് അൺപ്രഡിക്റ്റബിൾ ആണ് ആക്ച്വലി. അവർക്കും അറിയില്ല ഞങ്ങൾ എന്താ വായിക്കാൻ പോകുന്നത്, നമുക്കും അറിയില്ല അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മലയാളികളുടെ ഇടയിൽ വായിക്കാൻ എളുപ്പമാണ്.
രണ്ട് മലയാളം പാട്ട് ഞങ്ങളെ വായിച്ചു. യൂസ് ട്രിപ്പിന് സ്റ്റീഫന്റെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ കീബോർഡുകളുടെ ഇടയിൽ സ്റ്റീഫനെ കാണില്ല, അത്രയും കുറെ സെറ്റ് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ സ്റ്റീഫൻ മൈക്ക് എടുത്തിട്ട് ഇത് ആദ്യം ഒരു ഇൻട്രോ മ്യൂസിക് ഉണ്ട്, ഭയങ്കര പ്ലേ കഴിഞ്ഞിട്ട് സ്റ്റീഫൻ മൈക്ക് എടുത്തിട്ട് സംസാരിച്ചപ്പോൾ ഒരു ദിവസം സംസാരം കുറച്ച് നീണ്ടുപോയി. അപ്പൊ ചേറാനായിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്കതിൽ വായിച്ചാൽ മതി, നീ മൈക്ക് എടുത്ത് പറയായിരുന്നു. അങ്ങനെ കുറെ ലൈഫില് നമ്മൾ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ്. പിന്നെ ഓരോ ദിവസം എനിക്കുള്ള നന്മ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാരെ കാണാൻ പറ്റുക, അവരെ പരിചയപ്പെടാൻ പറ്റുക, അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഇതൊന്നും നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല. അപ്പോൾ എവറി ഡേ ഇസ് എ ബോണസ്. എല്ലാ ദിവസവും നമുക്കൊരു മിറാക്കിളായിട്ടാണ് കാണുന്നത്. ദൈവത്തിന് എല്ലാത്തിനും നന്ദി. ഇപ്പൊ ഇത്രയും സോങ്സ് ഒക്കെ ചെയ്യണ ആള്, അപ്പൊ ചേട്ടന്റെ ഒരു ഫേവറേറ്റ് സോങ് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും സ്റ്റീഫൻ ചേട്ടന്റെ? എനിക്ക് കുറെ ഫേവറേറ്റ് സോങ്സ് ഉണ്ട്. മലയാളത്തിൽ അല്ലിയാമ്പല് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ നീ മധുപകലോ ഇഷ്ടമാണ്, പിന്നെ പുതിയ കാലഘട്ടത്തിലത്തെ കുറേ പാട്ടുകൾ ഇഷ്ടമാണ്. പുതിയ കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോലും പുതിയ പാട്ടിന് അതിൻ്റെതായ ഭംഗികളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലത്തെ കമ്പോസേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. AR റഹ്മാനെയാണ് ആദ്യം കൂടുതലായിട്ട് നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയത്. പിന്നെ വന്ന് അന്നൊന്നും കേൾവി കുറവായിരുന്നു, നമുക്ക് കേൾവി ഇല്ല. ഇപ്പൊക്കെ യൂട്യൂബ് അല്ലച്ചാൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അപ്പോൾ പുതിയ എനിക്കെന്നും പാട്ടുകൾ കേൾക്കണം, അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. കുഴപ്പമാണോന്ന് അറിയില്ല, ഈ കേൾക്കാത്ത പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള ഒക്കെ വെച്ച് കേൾക്കും. അപ്പോൾ എല്ലാതും ഇഷ്ടമാണ്. മലയാളം പാട്ടിന് പ്രത്യേകിച്ചൊരു ഭയങ്കര മലയാളം തമിഴ് പാട്ടുകൾ ഇതിനൊക്കെ ഒരു ഭയങ്കര ഡെപ്ത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് സിംഗേഴ്സിന്റെ പേര് പറയാം, അപ്പം ചേട്ടന് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു മെമ്മറി അവരെ പറ്റിയിട്ടൊന്ന് പറയണേ. ഒന്നാമത്തെ ചിത്ര ചേച്ചി, ഒരു മെമ്മറി. ചിത്ര ചേച്ചീനെ പറ്റി പറയാ, എല്ലാം നമ്മളൊക്കെ ആരാധിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ചിത്ര ചേച്ചി. ചേച്ചി ഒരിക്കലും ചേച്ചിയുടെ മുഖം ഇങ്ങനെ ചുളിയണത് കണ്ടിട്ടേ ഇല്ല. എപ്പോഴും എന്തുണ്ടെങ്കിലും സ്ട്രെസ്ഡ് ഔട്ട് ആണെങ്കിൽ പോലും ചേച്ചി പിന്നെ ഞാൻ ചിലപ്പോൾ മിക്ക ഷോവും ഞങ്ങൾ ഒരുമിച്ച് ഷോ കുറേ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ കൺസ്ട്രക്റ്റീവ് സോങ്സ് എന്ന് പറയും, അതായത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് അത് ചേച്ചി കൊടുക്കുക, ചേച്ചി ഇത് ഇങ്ങനെ പാടണം. ചേച്ചി ആദ്യമായിട്ട് പാടുന്ന ഒരാളുടെ ഭാര്യയാണ് ചേച്ചി അത് കേൾക്കുന്നത്. എന്നാൽ എവിടെ കിടക്കുന്ന ഒരു ഗായിക, വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ചേച്ചി ഭയങ്കര ഫ്ലെക്സിബിളാണ് വർക്ക് ചെയ്യാൻ. പിന്നെ ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സോഴ്സ് നമുക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ഓറ തന്നിട്ടില്ല ചിത്ര ചേച്ചി. സുജാത ചേച്ചി പിന്നെ ഒരു ക്യൂട്ട്നെസ്സിന്റെ ഒരു കുടീരമാണ് ആക്ച്വലി. ഞാൻ ഏറ്റവും ആദ്യം കണ്ടിട്ടുള്ള ഒരു സെലിബ്രിറ്റി സിംഗറാണ്. എനിക്കൊരു 17 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിൽ വായിക്കാൻ പോയപ്പോൾ അന്ന് പാടിയത് സുജാത ചേച്ചിയായിരുന്നു. അന്ന് സുജാത ചേച്ചിയും ഹസ്ബൻഡ് മോഹൻ ചേട്ടനും അവരും എനിക്ക് എൻ്റെ കൂടപ്പറപ്പുകളുടെ ആ ഒരു സ്നേഹമാണ് എനിക്ക് സുജാത ചേച്ചിയോടുള്ളത്. ശ്രേയ ബിഗ്, അത് കുറച്ചുകൂടി വേറെ എലാബറേറ്റ്, അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എന്നാൽ പോലും ശ്രേയ ഞാനെപ്പോഴും ഒരു നിൽക്കുക. ഒന്നത് അവര് ഈ പറഞ്ഞ മാതിരിയാ, നമ്മളൊക്കെ നമ്മൾ ഒന്ന് കൊടുത്താൽ 10 പാടിത്തരുന്ന ഒരു ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ചേച്ചിയാണെങ്കിലും ചിത്ര ചേച്ചിയാണെങ്കിലും സുജാത ചേച്ചിയാണെങ്കിലും ഇതിൽ വേറൊരു അപ്പിയറൻസ് ആണ് ഇവർക്കുള്ളത്. ഒരു 5-6 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശ്രേയ ഘോഷാലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ ഏഷ്യാനെറ്റിലായിരുന്നെന്ന് തോന്നുന്നു ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു, ശ്രേയ ഘോഷ് മേരെ ഡോളിന ആ സോങ് പാടിയപ്പം സ്റ്റീഫൻ ചേട്ടൻ കീബോർഡ് ആൻഡ് മേരെ ഡോളിന എന്ന് പറഞ്ഞ ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? അത് ആ പാട്ട് മുഴുവൻ ചൂസ് ചെയ്ത് ഞാൻ, അതൊക്കെ 5 പാട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പെർഫോം ചെയ്തത്. പാട്ട് ഞാൻ തന്നെ ചൂസ് ചെയ്ത് ഞാൻ തന്നെ അത് പ്രോഗ്രാം ചെയ്തത്, ഇന്ന സ്ഥലത്ത് പാടണം എന്ന് പറഞ്ഞ് അത് അതേപോലെ തന്നെ പാടി തന്നു. പിന്നെ ഞാനത് കുറച്ച് പ്രീ പ്രൊഡ്യൂസ് ചെയ്യേണ്ട വന്നു ഈ വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ട്രാക്ക് പാടിത്തരുമെന്ന് വെച്ചപ്പോൾ എനിക്ക് ഫുൾ ട്രാക്ക് പാടിത്തരാൻ അയച്ചത്, ഫോണിൽ കൂടെ പാടിത്തന്നത്. പക്ഷെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അവർ. എൻ്റെ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ടായിരുന്നു, നീരാളിയിൽ. ശ്രീകുമാരേട്ടൻ. അതെ, നല്ല ശ്രീകുമാരേട്ടനെ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന 2 സിനിമയിലെ കുലദൈവങ്ങളാണല്ലോ മമ്മൂക്കയും ലാലേട്ടനും. അപ്പോൾ ലാലേട്ടൻ്റെ പാട്ടുകൾ ഏറെക്കൂടെ പാടിയിരിക്കണം. അപ്പോൾ ശ്രീകുമാരേട്ടൻ ഇടയ്ക്ക് കയ്യിൽ കിട്ടുമ്പോൾ കണ്ണീർ പൂ മുതൽ ബാക്കിയുള്ള, കാരണം അദ്ദേഹത്തിന്റെ ശബ്ദത്തിലാണല്ലോ വന്നിരിക്കുന്നത്, അത് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഒരു വികാരം ഉണ്ടാവാറുണ്ട്. ഞാനപ്പോൾ ആക്ച്വലി ഞങ്ങളിങ്ങനെ ഒരു ഷോ കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ശ്രീകുമാരേട്ടൻ്റെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗംഭീര പാട്ടുകൾ മുഴുവനും ഒരു അൺപ്ലഗ്ഡ് രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകാരൻ. ഇപ്പം ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം ലാലേട്ടനെ കൊണ്ട് പാട്ട് പാടിച്ച ഒരാളാണ് സ്റ്റീഫൻ ചേട്ടൻ, ഷോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും. അപ്പം ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ലാലേട്ടന് ഇതുപോലെ തന്നെ പാഷനാണ്, പാട്ടിന് കഴിവിന് ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ പാഷനാണ് ലാലേട്ടനെ എപ്പോഴും പാട്ടിൽ കൂടെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് എല്ലാ
പ്രോഗ്രാമിന് അദ്ദേഹത്തിന് പാടാൻ ഇഷ്ടം, പാട്ട് ലാലേട്ടൻ്റെ പാട്ട് ഡാൻസും കേൾക്കാൻ എല്ലാം ഇഷ്ടം. എല്ലാം അത് ലാലേട്ടൻ്റെ പാഷനാണ്. അതിനുവേണ്ടി സമയം മെനക്കെട്ട് അതിനുവേണ്ടി സമയം മാറ്റി വെച്ച് അത് വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് എനിക്ക് ലാലേട്ടനോടുള്ള ഇഷ്ടം. അതാണ് ഒരു കാര്യത്തിൽ. കാരണം ഒരു ഡെഡിക്കേറ്റഡ് മെൻറ്റാലിറ്റി ലാലേട്ടനുണ്ട്. വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല മോഹൻലാൽ ഇതിഹാസമാണ്. അതിൻ്റെ പുറകിൽ അദ്ദേഹം കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ് അപാരമാണ്. അത് ഞാൻ ശരിക്കും പാട്ടിൽ കൂടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ നടനത്തിൽ കൂടെ എനിക്ക് തോന്നുന്നത് ഷാജുവേട്ടനെ പോലുള്ളവരൊക്കെ ഒരുമിച്ച് അഭിനയിച്ച് അല്ലെങ്കിൽ സിനിമയിലുള്ള നിൽക്കണവർക്കാണ് അതറിയുക. ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ അതിൻ്റെ റിഹേഴ്സൽ, അത് 5 പ്രാവശ്യം റിഹേഴ്സൽ പറഞ്ഞാൽ 5 പ്രാവശ്യം തന്നെ റിഹേഴ്സൽ ചെയ്യും. അത് ചെയ്ത് ഞങ്ങൾ സിംഗപ്പൂർ ഒരു ഷോ നടത്തിയിട്ട് റിഹേഴ്സൽ ഞങ്ങൾ നാട്ടിൽ വെച്ചിട്ട് ആദ്യം ചെയ്തു, 3-4 പ്രാവശ്യം ചെയ്ത്. അവിടെ പിയാനോയിലാണ് പെർഫോം ചെയ്യണത്. അപ്പോൾ തുടങ്ങണ നേരത്തെ ഞാനിങ്ങനെ ലാലേട്ടൻ എടുത്തു, ലാലേട്ടൻ നമുക്കൊന്ന് ഫോം അപ്പ് ചെയ്യണം. വേണ്ട, ഞാൻ അന്ന് ചെയ്തത് എൻ്റെ തലയിലുണ്ട്, ഞാൻ അത് വെച്ച് ചെയ്തോളാം. മണിയായിട്ട് പാടി, ഒക്കെ ലൈവായിരുന്നു അദ്ദേഹം പാടിയത്. ഒരു 10 പാട്ട് പാടി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, കോൺഫിഡൻസ്. അത് ചിത്രം മൂവിയിലാണെങ്കിലും സ്വാമിനാഥ പരിപാലന അത് ഒരിക്കലും ടൈറ്റ് ക്ലോസ് വെച്ചിട്ട് അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. ഒരിക്കലും എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും ടാലന്റ് ആയിട്ടുള്ള ആൾക്കല്ലാതെ ഈ സ്വരങ്ങൾ, ഇതിന്റെ ഈ സംഗതികൾ ഇതൊക്കെ പാടി വരണ്ട എല്ലാം നമുക്ക് എന്തായാലും ഒരു ട്വിസ്റ്റ് വരുമല്ലോ. പക്ഷെ ഒന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് സാധാരണഗതിയിൽ ചിലപ്പോൾ പാട്ടുകൾ കിട്ടാതാവുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു ചില ടെക്നിക്കുകളിലൂടെ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് ചരിക്കുകയൊക്കെ ചെയ്യും. അതിന് അതുപോലും ഇല്ല, വളരെ കുറവാണ്. ശരിക്കും സ്ട്രൈറ്റ് ആയിട്ടാണ് ഒറ്റ ടേക്കിലാണ് ഹാർഡ് വർക്ക്. അത് പ്രത്യേകിച്ച് ആർട്ട് എന്ന് പറഞ്ഞ സാധനത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. ഷാജുവേട്ടനാണെങ്കിലും ഞങ്ങളൊക്കെ കമ്മിറ്റ്മെൻറ്റും ഹാർഡ് വർക്കും. ഇപ്പോൾ ഞാൻ ചില വായിക്കുന്ന ഫ്രേസുകൾ ഞാൻ 600 വട്ടം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്കത് സ്റ്റേജിൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ തെറ്റും എന്നുള്ള പേടി. കാരണം ഇത് കീയാണ്, പിന്നെ ലൈവാണ്, തെറ്റാൻ പാടില്ല, തെറ്റിപ്പോയില്ലേ. അപ്പോൾ അത് പ്രാക്ടീസാണ് ആക്ച്വലി. അല്ലാതെ അങ്ങനെ ജീനിയസുകൾ ഉണ്ടാവാം, പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ കയറുന്നവരുണ്ടാവും. പക്ഷെ ഞാനൊക്കെ അത്രയും ഇരിക്കണം, ഇരുന്നാലേ നടക്കും. അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ ഈ ഒരു സിനിമയിൽ ഈ ഒരു ഒറ്റ പാട്ടാണ് എല്ലാം വരണം. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ഈ സിനിമ കിട്ടിയ സമയത്ത് മൈൻഡിലുണ്ടായിരുന്നത് ഗുമസ്തനിലേക്ക് പാട്ട് ചെയ്യുമ്പോൾ? സ്ക്രിപ്റ്റ് എനിക്ക് ഏകദേശം ഓടിച്ച് പറഞ്ഞു തന്നു. ഒരു 1 ലൈനായിട്ട് ആദ്യം പറഞ്ഞു തന്നു, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മെലഡി സോങ് ആണ് അവിടെ വേണ്ടതെന്ന്. അവർക്കും ആഗ്രഹം, എനിക്കും മനസ്സിലായി അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഹരിനെ വിളിച്ചു, ഹരിനാരായണനെ വിളിച്ചു. അങ്ങനെ ഇരിക്കാം. അങ്ങനെ മനസ്സിൽ ഒരു പാട്ടുകാരനെ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തു. കാരണം ബിബിൻ ഒരു യങ് വോയിസ് വേണം എന്തായാലും, അത് ഉറപ്പിച്ചു ഞാൻ. ഇനി പാട്ട് അങ്ങനെ പെട്ടെന്ന് ആർക്കും പാടാൻ പറ്റില്ല കേട്ടോ, പിച്ച് വളരെ കൂടുതലാണ്. പിന്നെ എപ്പോഴും ഞാൻ ഡയറക്ടർ അടുത്ത്, അഥവാ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഡയറക്ടർ ചോദിക്കും ആരാണ് അത് ഫേസ് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ബിബിൻ്റെ പേരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വോയിസ് ഞാൻ മുരളീകൃഷ്ണ എന്ന് പറഞ്ഞൊരു പാട്ടാണ്, തിരുവനന്തപുരത്തുള്ളതാണ്. നല്ല ട്രെയിൻഡ് വോയിസ് ആണ്. അപ്പോൾ എൻ്റെ കൂടെ സ്റ്റേജിൽ പാടാറുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനെ ആഗ്രഹമുണ്ട്, ഇവന് നല്ലൊരു പാട്ട് കൊടുത്താൽ അവൻ ശരിക്കും പാടിത്തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഫിക്സ് ചെയ്തു. മുരളീനെയും വിളിച്ചു, ഹരിനെയും വിളിച്ചു. എൻ്റെ വീട്ടിലായിരുന്നു, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പാട്ട് പാടി. ഒരു അരമണിക്കൂറിൽ പാട്ട് തീർന്നു. അത് കഴിഞ്ഞ് പാട്ട് അയച്ചു കൊടുത്തു. ഇഷ്ടപ്പെടണമല്ലോ, നമ്മൾ നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഡയറക്ടർക്ക് ഇഷ്ടപ്പെടട്ടെ. അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ജെയ്സ് പറഞ്ഞു എല്ലാം ഓക്കെയാണ്, മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു പാട്ട് സ്റ്റീഫൻ ചേട്ടൻ ജസ്റ്റ് രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട് ഒരു നേരം നന്നായി സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്കൊരു കീബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വായിച്ചു തരായിരുന്നു. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 27 വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ് ഈ ഒരു ത്രില്ലർ മൂവി കാണാനും. അതുപോലെ തന്നെ സ്റ്റീഫൻ ചേട്ടൻ്റെ ഈ ഒരു പാട്ടും തിയേറ്ററിൽ വരുമ്പോൾ ഈ ഒരു സിനിമയിൽ എങ്ങനെ ഉണ്ടാവും, ഇമ്പാക്ട് ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ സോ ത്രിൽഡ് ആണ്. സോ എനിവേ താങ്ക് യു.